ദില്ലിയിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 21 മരണമാണുണ്ടായത്. 40 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 7 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അനധികൃതമായാണ് ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നത് എന്ന് കൂടി കണ്ടെത്തി. ഒളിവിൽ കഴിയുന്ന ഹോട്ടൽ ഉടമയ്ക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അപകടത്തിൽ പ്രധാനമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി. വിവരങ്ങളുമായി നോബിൾ മാരിക്കാരൻ ചേരുകയാണ്. നോബിൾ, 5 നില കെട്ടിടത്തിനാണ് തീ പടർന്നു പിടിച്ചത്. താഴത്തെ നിലയിൽ കൂടി വലിയ തോതിൽ തീപിടുത്തമുണ്ടായതോടുകൂടി രക്ഷപ്പെടാനുള്ള സാധ്യതകൾ പൂർണ്ണമായും അടയുകയായിരുന്നു. അവിടുത്തെ താമസക്കാരുടെ ഭാഗത്ത് സംഭവിച്ചത് വിദേശ പൗരന്മാരടക്കമുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാധു, സൗത്ത് ദില്ലിയിലെ മാളവേ നഗറിലെ ഫ്ലറിഷ് ഇൻ എന്ന ഹോട്ടലിലാണ് ഇന്നിപ്പോൾ തീപിടുത്തം ഉണ്ടായി 21 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇതിൽ 18 പേരും വിദേശികളാണ്. 3 പേർ മാത്രമാണ് ഇന്ത്യക്കാർ ഉള്ളത്. വിദേശികൾ എന്ന് പറയുമ്പോൾ പ്രധാനമായി നൈജീരിയ, അതോടൊപ്പം സൊമാലിയ, ലൈബീരിയ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങളിലെ പൗരന്മാരാണ് ഈ കൂട്ടത്തിൽ മരിച്ചിരിക്കുന്നതിൽ ഭൂരിഭാഗം പേരും ഇവരുമായി ബന്ധപ്പെട്ട എംബസികൾ, അതായത് രാജ്യങ്ങളുടെ എംബസികളുമായി ബന്ധപ്പെടുന്നു എന്ന് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മൊത്തം 40 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ 7 പേരുടെ നില ഗുരുതരമാണ് എന്ന് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഹോട്ടലിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിയമവിരുദ്ധമായിരുന്നു എന്നാണ് എടുത്തു പറയേണ്ടത്. കാരണം വെറും 6 മുറികൾ മാത്രം പ്രവർത്തിക്കാൻ അനുമതിയുള്ള ഒരു ഹോട്ടലിലാണ് 25 മുറികളിൽ ആളുകൾ താമസിച്ച് ഫയർ എക്സിറ്റ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഈ ഹോട്ടലിലേക്ക് കയറാനും ഇറങ്ങാനും ഒറ്റ എൻട്രൻസ് മാത്രമായിരുന്നു ഉണ്ടായത്. ബേസ്മെന്റിൽ തീ പടർന്നതോടെ ആർക്കും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി. പല ആളുകളും ഈ ചില്ലുകൾ പൊട്ടിച്ച് പുറത്തേക്ക് ചാടുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്നാണ് നമുക്ക് ദൃശ്യങ്ങൾ നടക്കം മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്നത്. നിലവിൽ എന്താണെങ്കിലും ഈ ഹോട്ടലിന്റെ ഉടമ ഒളിവിലാണ്. അയാൾക്കെതിരെ എഫ്ഐആർ ഇട്ട് അന്വേഷണം ആരംഭിച്ചു. ഒപ്പം എംസിഡിയും ഉന്നതതല അന്വേഷണം ഇക്കാര്യത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി രേഖാ ഗുപ്ത കൃത്യമായി തന്നെ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ലഫ്റ്റനന്റ് ഗവർണറും പ്രത്യേക യോഗം വിളിച്ചു. ഒപ്പം പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മരിച്ച ആളുകളുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം അടക്കം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഹോട്ടലുമായി ബന്ധപ്പെട്ട് ദില്ലിയിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം സാകേതിൽ സമാനമായി 5 നില കെട്ടിടം തകർന്നു വീണ് 6 പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു. പല കെട്ടിടങ്ങളുടെയും നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ അപാകതകൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ തീപിടുത്തം എന്നുകൂടി എന്താണെങ്കിലും എടുത്തു പറയണം. അതീവ ഗൗരവത്തോടെയാണ് ഈ വിഷയത്തെ കാണുന്നത്. കൂടുതൽ കെട്ടിടങ്ങൾ, പ്രത്യേകിച്ച് അനധികൃത കെട്ടിടങ്ങളുടെ മേൽ കർശനമായ നടപടി ഉണ്ടാകും എന്നുകൂടി സർക്കാർ അറിയിക്കുകയാണ്. എന്താണെങ്കിലും ദാരുണമായി ഈ അപകടത്തിൽ 21 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇതിൽ 3 പേർ മാത്രമാണ് ഇന്ത്യക്കാർ. ബാക്കി 18 പേരും വിദേശികളാണ് എന്നാണ് ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നത്. നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. 21 പേരുടെ ജീവനെടുത്താണ് ഇന്ന് തീപിടുത്തം അപകടം ഉണ്ടായത്. കഴിഞ്ഞ ദിവസവും ഒരു അനധികൃത കെട്ടിടം പൊളിഞ്ഞു വീണ 6 പേരാണ് ദില്ലിയിൽ മരിച്ചത്. സ്വാഭാവികമായും കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത്.